ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു എടപ്പാൾ എക്സ്പോ എക്സ്പീരിയൻസ്. കർമ്മ കുറച്ച് ഓവറേറ്റഡ് ആണോ എന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ സംശയം തോന്നി ഗൈസ്. അവിടെ ഇവിടെയും ടിക്കറ്റ് റേറ്റ് 100 ആണെങ്കിൽ ഇവിടെയാണ് കുറച്ച് വേർത്ത് ആയിട്ട് എനിക്ക് തോന്നിയത്. ഉള്ളിലോട്ട് കടന്നു വരുമ്പോഴൊരു മഞ്ഞ എഫക്റ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ നായകര പപ്പ് പോലെയുള്ള വെള്ളച്ചാട്ടൊക്കെ ഉണ്ട്. പിന്നെ അതിന്റെ ഉള്ളിൽ കുറെ മൃഗങ്ങളുടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. എല്ലാം എനിക്ക് മനസ്സിലായി, പക്ഷെ ഇത് ഇവന് മാത്രം മനസ്സിലായില്ല. അണ്ണാനാണോ എലിയാണോ എല്ലാത്തിലും പെടുന്ന ഒരു സങ്കര ഇനം പോലെ അല്ലേ. പിന്നെ അതിന്റെ ഉള്ളിലോട്ട് കടന്നപ്പോൾ വാവ് ഫീൽ ആയിരുന്നു ഗൈസ്. മീനുകളൊക്കെ പോകുന്നുണ്ടല്ലേ, 3D മൂവി കാണുന്ന എഫക്റ്റ് ആയിരുന്നു. മീനെ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് ആണ്. അക്കൈൻ്റെ അടുത്തൊക്കെ വെച്ചേടാ കൈ മീൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ ക്യാമറയിലോട്ട് നോക്കി ഇത് ഞാനല്ലേ. ഇതിന്റെ ഉള്ളിലോട്ട് പോകുന്തോറും പല വെറൈറ്റീസ് ഓഫ് മീനായിരുന്നു ഗൈസ്. എല്ലാ മീനും കൂടി ഒപ്പം കണ്ടപ്പോൾ എനിക്ക് ആകെപ്പാട് ആക്രാന്തായിരുന്നു. എവിടെ നിന്ന് എടുക്കണം, എങ്ങനെ എടുക്കണം. കുറച്ചുകൂടെ നടന്നപ്പോൾ മത്സ്യകന്യക. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മത്സ്യകന്യകനാണ്. പിന്നെ അങ്ങോട്ട് ഒരു പൂരപ്പറമ്പ് എഫക്റ്റ് ആയിരുന്നു. കുപ്പികളാണ്ട് സ്റ്റെക്കായി നിന്നവരുണ്ട്. എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ ഇതെന്താണ് ചൈന മതിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്താ പൊട്ടുമതിലോ? ഇത്രയും വെറൈറ്റീസ് ഓഫ് പൊട്ടായിരുന്നു ഗൈസ് അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ കഴിക്കൽ ചടങ്ങിലോട്ട് കടന്നു. പോപ്കോൺ മുതൽ ഐസ്ക്രീം വരെ എല്ലാം 50 രൂപയുടെ കോളിഫ്ലവറിന് 80 രൂപയിലോ എന്നുള്ള സങ്കടത്തിലാണ് ലൗമ്യം ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ അതിന്റെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിച്ച ലൗമ്യം പിള്ളേരും കൂടെ റെയ്ഡിന് അവരവിടെ അങ്ങനെ എന്റർടൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ഓരോന്നായി കഴിച്ച് അവരിങ്ങനെ റെയ്ഡിൽ എൻജോയ് ചെയ്യുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ തിരിച്ചെത്തുമ്പോഴത്തേനും നമ്മുടെ കോളിഫ്ലവറിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. ഇങ്ങനെ ഓരോ റൈഡുകൾ ഇങ്ങനെ വീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ഈ സംഭവം കാണുന്നത്. അപ്പോൾ ഒരു ചെറിയ ആഗ്രഹം അതിലൊന്ന് കയറാം. ഇങ്ങനെ ജനസാഗരമായി എക്സ്പോയിൽ ക്യൂ ഇല്ലാത്ത ഒരേ ഒരു റൈഡിൽ ആ 2 ധീര വനിതകൾ കയറാൻ തീരുമാനിക്കുന്നു. 2 ധീര വനിതകൾക്ക് ഇനി എന്ത് സംഭവിക്കും? അവർ ടിക്കറ്റ് എടുക്കുമ്പോൾ പിടിച്ച് പിന്മാറുമോ എന്ന് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. വെയിറ്റ് ആൻഡ് സീ ഗൈസ്.